വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടേക്കാണ്? പോണ്ടിച്ചേരിക്ക്. 2 days ട്രിപ്പാണ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. നമുക്ക് എനർജി ആയിരിക്കും. ഇവിടുന്ന് എത്ര മണിക്കൂർ എടുക്കുമായിരിക്കും? ഒരു 2-2.5 മണിക്കൂറോടെ. രാവിലെ എപ്പോഴും പറ്റുന്നത് പോലെ തന്നെ ഇച്ചിരി നേരത്തെ ഇറങ്ങണമെന്നായിരിക്കും. ഒരു 6 മണിക്ക്. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോ ഒരു 7 മണി കഴിഞ്ഞു. നമുക്ക് പതിയെ ചില്ല് ചെയ്തൊക്കെ പോവാം. അതുകൂട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആക്റ്റീവ് മോഡാണ്. ആദ്യമൊക്കെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 3 വർഷമായി. ഒരു വിഷമം. 3 വർഷമായി. നീ ഇത് വല്ലതും അറിഞ്ഞോ? ഞങ്ങള് പോണ്ടിച്ചേരിക്കാ പോകുന്നത്. അപ്പൊ അവിടെ മാംഗോ ഹിൽ ഷാലോ ബീച്ച് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പോയി അവിടെ സ്റ്റേ ചെയ്ത് നാളെ പോണ്ടിച്ചേരിക്ക് ഒന്ന് കറങ്ങി നൈറ്റ് തിരിച്ചു വരാനാ പ്ലാൻ. ഞങ്ങള് നാട്ടില് പോയിട്ട് ഇങ്ങ് ചെന്നൈയിൽ തിരിച്ചു വന്നിട്ട് 1 week ആയിട്ടേ ഉള്ളൂ. എന്ത് ഭയങ്കര ചൂടല്ലേ ഇപ്പൊ? നല്ല ചൂടാ. നാട്ടിലും ചൂട് തന്നെ. ഭയങ്കര ചൂടാ. ഒരുമാതിരി കുക്കറിലിട്ട് പുഴുങ്ങിയ ചെന്നൈയില് ഇത് സ്വാഭാവിക. ചെന്നൈയില് എപ്പോഴും ഇത്രയും ചൂടുണ്ടാവുന്നു. പക്ഷെ നാട്ടിലാണ് ഈ പ്രാവശ്യം കൂടുതൽ. പാലക്കാടൊക്കെ ഭയങ്കര ചൂടാന്ന് പറയും. ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു മഴ പെയ്തിട്ട് എത്ര നാളെ. നാട്ടിലുണ്ടായിരുന്നപ്പോ 2 തവണ പെയ്തല്ലേ. പക്ഷെ മഴ പെയ്യും തൊട്ടടുത്ത ദിവസം അതിന് ഇരട്ടി ചൂടാ. ഇപ്പൊ ചൂടത്ത് പോവാൻ പറ്റിയ നല്ല സ്ഥലം പോണ്ടിച്ചേരി. അവിടെയും ചൂട് തന്നെയാ. ഈ സൈഡ് ഫുൾ കടലാ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് കോസ്റ്റ് റോഡ് എന്ന് പറയുന്നത്. കോസ്റ്റൽ ഏരിയ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 വഴിക്ക് പോണ്ടിച്ചേരിക്ക് പോവാം. ഒന്ന് സദേൺ ട്രങ്ക് റോഡ്, നമ്മൾ നാട്ടിൽ പോകുന്ന വഴി. രണ്ടാമത്തേത് ഇത് PCR ഈസ്റ്റ് കോസ്റ്റ് റോഡ്. അപ്പൊ ഇതിലാവുമ്പോൾ കുറച്ചുകൂടെ ഫ്രീയാ. അതാവുമ്പോ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ കാണും. നാട്ടിലേക്ക് പോകുന്ന ട്രക്കുകളും ഒരുപാട് വണ്ടിയും കാണും, തിരക്കായിരിക്കും. ഇതാവുമ്പോ അങ്ങ് വരെ ഫ്രീയാ. ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ കിടക്കുന്ന വഴി. അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രി സമയത്തൊക്കെ ഇവിടെ ഭയങ്കര റേസിംഗും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇപ്പൊ ഫുള്ള് ബാരിക്കേഡ് വെച്ചേക്കുന്നത്. ഇപ്പൊ ഓരോ 2-3 കിലോമീറ്റർ കൂടുമ്പോഴും ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് തന്നെ ഇവിടെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. എന്നെ കണ്ടിട്ടാണോ തോന്നുന്നത്? അത് ലേഡീസ് ഉള്ളതുകൊണ്ട് തോന്നുന്നു. മോസ്റ്റ്ലി ലേഡീസ് ഉണ്ടെങ്കിൽ അധികം ചെക്ക് ഒന്നും ചെയ്യില്ല, അവര് പറഞ്ഞോളൂ. പണ്ട് ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സ്കൂട്ടറിലും ബൈക്കിലൊക്കെ ഞങ്ങള് ഇങ്ങോട്ട് പോണ്ടിച്ചേരിക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോവായിരുന്നു ട്രിപ്പ്. അപ്പൊ ലേഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തൂല. അപ്പൊ ഞാനും ആച്ചിയൊക്കെ ആയിരിക്കും വണ്ടിയിൽ പോകും. ഞങ്ങൾ 2 ബാക്കി എല്ലാവരും ഫാമിലി ആണല്ലോ. ഞങ്ങൾ 2 മാത്രമേ ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 2 ആയിരിക്കും ബൈക്കിൽ പോവാ.
അവരെല്ലാരെയും കടത്തി വിടും, ഞങ്ങളെ മാത്രം പിടിക്കും. ഞങ്ങളെ പിടിച്ചു നിർത്തി ഫുള്ള് നിങ്ങളെ കണ്ടാലും തോന്നുന്നു പിടിച്ചു നിർത്താൻ. ഞങ്ങളെ പിടിച്ചു നിർത്തി വണ്ടി ഫുള്ള് പൾസറിലല്ലോ പോണേ, പൾസറിന്റെ സൈഡിലാണല്ലോ ഇതിരിക്കുന്നത് പേപ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ തുറന്നെടുത്ത് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറെ നേരം ഞങ്ങൾ പോസ്റ്റ് ആകുമ്പോ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആവുമല്ലോ. അത് വേറെ കാര്യം. അതൊക്കെ ഒരു കാലം. ഞാൻ ആദ്യമായിട്ടോ പോണ്ടിച്ചേരി പോകുന്നത്. ഇനി പോണ്ടിച്ചേരിയെ പറ്റി 2 വാക്ക് പ്ലീസ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു പണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്. പോണ്ടിച്ചേരിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ ഔട്ട്ലെറ്റുകളാണ്. എന്ത് ഔട്ട്ലെറ്റ്? ബിവറേജ് ഔട്ട്ലെറ്റ്. അതായത് നാട്ടിലെ മുറുക്കാങ്കട പോലെയാണ് അവിടുത്തെ ബിവറേജ് ഔട്ട്ലെറ്റ്. സൂപ്പർ മാർക്കറ്റ് പോലെയാ. തൊട്ടടുത്തടുത്തായിട്ട് ഒരുപാട് കടകളാണ്. നമ്മൾ കയറി ചെല്ലുന്നു, സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു അതുപോലെ മേടിക്കാം. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ അതൊരു ഫ്രഞ്ച് കോളനിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഫ്രഞ്ച് ആളുകളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് കോളനികൾ പോലത്തെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബിൽഡിങ്ങുകളും. നമ്മൾ നാളെ അവിടെ പോകുന്നുണ്ട്, വൈറ്റ് ടൗൺ. നല്ല രസമാണ്. ഞാൻ ഒത്തിരി വീഡിയോസ് അതിന്റെ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. ഇനി ഇതുപോലെ രസകരമായ എന്തെങ്കിലും കഥ ഇനിയുണ്ട്. അവിടെ ഓറോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി എക്സ്പെരിമെന്റൽ സിറ്റി ആണ് ഓറോവില്. അതായത് അവിടെ ഒരുപാട് രാജ്യത്തെ ആൾക്കാര് താമസിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു സിറ്റി അങ്ങനെ എക്സ്പെരിമെന്റൽ ആയിട്ട് ഒരുപാട് രാജ്യത്തെ ആൾക്കാർ വന്ന് ഒരുമിച്ച് താമസിക്കുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. എത്താറായി. ഇനി ഒരു 500 മീറ്ററും കൂടിയേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ റിസോർട്ടിലെത്തി. എന്താ മാംഗോ ഹിൽ ഷാലോ ബീച്ച് റിസോർട്ട്. ഫുൾ പച്ചപ്പ, ഒരു അടിപൊളി വൈബ് ഇവിടെ വന്നപ്പോ തന്നെ.
ഇവിടെ ചെക്ക് ഇൻ ടൈം 12 മണിയാ. അപ്പോ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാന്ന് കരുതി. ചെക്ക് ഇൻ ടൈമായി, ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, ഇനി റൂമിലേക്ക് പോവാം. ഇത് എവിടെ നോക്കിയാലും പച്ചപ്പാട്ടോ. നൂറ്റിയെട്ട് ഇതാട്ടോ അവിടെ റൂം. ഹലോ, ഹലോ, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ ചെറിയൊരു മോണിറ്റോർ നടത്തും. ഇതാട്ടോ ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാ. ഇവിടെ വലിയൊരു മിററൊക്കെ ഉണ്ട്. TV, ബാത്റൂം. ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.